അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിട്ടിരിക്കുന്നത് കട്ടപ്പനയിലെ കുരുവിക്കാനോ എന്ന് പറഞ്ഞൊരു കാറ്റാടിപ്പാടത്തേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഫാമിലിയായിട്ട് തന്നെയാണ് പോരുന്നത്. ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മഹേഷൻ്റെ അനിയൻ്റെ കുഞ്ഞാവെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു കട്ടപ്പനയിൽ. അപ്പോൾ നമ്മൾ മഹേഷൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു കാറ്റാടിപ്പാടം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് തിരിച്ചു. ഒരു രക്ഷയില്ല. ദൂരത്തുനിന്ന് കാറ്റാടിപ്പാടമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ട തമിഴ്നാട്ടിലൊക്കെയാണ്. പക്ഷെ ഇത്രയും ഉയരത്തിലുള്ള കാറ്റാടിപ്പാട് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ആ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കിട്ടുമെന്ന് പറഞ്ഞല്ലേ, അതേപോലെ ഉയരം കൂടുന്തോറും താഴേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത ഇത് തന്നെയായിരുന്നു. നമ്മൾ ആ മലയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആ താഴോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രത്തോളം വ്യൂ ആയിരുന്നു. അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ മലയുടെ മുകളിലെത്തി. നമ്മളിവിടെ കുഞ്ഞിയുടെ അമ്മ, മാമൻ്റെ മോള് നന്ദു, പിന്നെ ഏട്ടൻ, അനിയൻ, കുക്കും, പിന്നെ മഹേഷനും കുഞ്ഞി അമ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. പുറകെ കുഞ്ഞിയുടെ അച്ഛനും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താഴത്തെ വ്യൂ ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു, ആ കാറ്റാടി മരത്തിനെ കാണിച്ചു വിടും എന്ന് പറഞ്ഞു. അങ്ങനെ ഫോണൊക്കെ തത്ത പിടിച്ച് തൃപ്തി എന്നാലും വന്നിട്ടില്ല. ഇങ്ങനെ പിടിക്കില്ല, അങ്ങനെ പിടി ഫോൺ, എന്നിട്ട് നല്ല കണക്ക് കാണിച്ചു കൊടുക്കും, ഇച്ചിരി ദൂരത്തുനിന്ന് മാറി എന്നിട്ട് കാണിക്കുന്നത് നല്ല കണക്ക് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പിന്നെയും ദൂരത്ത് കൊണ്ടുപോയിട്ട് ആ കാറ്റാടി മരത്തിന് നല്ല കണക്ക് കാണിച്ചു. അങ്ങനെ അവിടെ നിന്നിട്ട് വ്യൂ ഒന്ന് കണ്ട് ഞങ്ങൾക്ക് മതി വരാഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് ആ മലയുടെ ചരിവിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കുറച്ച് സ്ലീപ്പറിയാണ് കാര്യം, ആ പോച്ചയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ അത്യാവശ്യം അതുവഴി ആൾക്കാരൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങളും പോയി അവിടെ എല്ലാം നിന്ന് നല്ല രീതിയിൽ 1-2 ഫോട്ടോസും അതേപോലെ തന്നെ ഇതേപോലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കെ ഞങ്ങളുടെ മരുഭൂമിയിൽ മഴ പെയ്ത പോലെ ഒരു കാറ്റാടി മരം ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നിന്നപ്പോൾ ആദ്യം കാണിച്ചില്ലേ ആ കാറ്റാടി മരം അനങ്ങി തുടങ്ങി. അപ്പോൾ ഇവിടെ കാറ്റിൻ്റെ സ്പീഡൊക്കെ കൂടി ഓരോരോ കാറ്റാടി മരത്തിന് കാറ്റാടി ഇങ്ങനെ ഓണാക്കിക്കൊണ്ട് വരുന്നേ ഉള്ളായിരുന്നു. അതുവരെ അത് ഓണാകുന്ന നേരം ഞങ്ങൾ ദൂരത്തുള്ള മലേനെയൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പുറത്ത് ഒരുപാട് കാറ്റാടി മരങ്ങളൊക്കെ കാണാൻ പറ്റും, അപ്പുറത്ത് മലയിലൊക്കെ ആയിട്ട്. നിങ്ങൾ എത്രത്തോളം സൂം ചെയ്ത് കാണിച്ചത് ക്ലിയർ ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് അതും കാണിച്ചില്ല. അങ്ങനെ ഫൈനലി ഈ ഒരു കാറ്റാടി മരം അനങ്ങി തുടങ്ങി. അത് കണ്ട് തൃപ്തി അടഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്കും പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.